നിങ്ങളെല്ലാവരും അപ്പെക്സ് പോലത്തെ ഫ്യൂച്ചേഴ്സിന്റെ ഫെയിംസ് ഒക്കെ എടുത്തേക്കുന്ന ആൾക്കാർ ഈ ഒരു കാര്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇപ്പോൾ അപ്പെക്സിന്റെ ഒരു 50K ഒരു അക്കൗണ്ടാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും വരാതെ തന്നെ നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 47,500 വന്നു കഴിഞ്ഞാൽ, അതായത് 2,500 USD നിങ്ങൾക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് പോകുന്ന രീതിയിലാണ് ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് കിട്ടുന്നത്. ആ ദിവസം തന്നെ നിങ്ങൾ 50,000 കിടക്കുന്ന അക്കൗണ്ട് നിങ്ങൾ 51,500 അന്നത്തെ ദിവസം നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രോ ഡൗൺ നേരെ 47,500 അല്ല, അത് നമുക്ക് 49,000 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് 51,500 നിന്നും 2,500 എത്രയാണോ മൈനസ് ചെയ്യുന്നത്, നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഇൻട്രാഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ 2,500 നിങ്ങൾ എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്താൽ 51,500 ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 2,500 കുറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വാനിഷായി പോകും. അല്ലാതെ 47,500 അല്ല, നമ്മൾ മറ്റ് CFD പോലത്തെ ഫെയിംസ് പോലെ അല്ല ഇതിൻ്റെ ഡ്രോ ഡൗൺ കണക്കാക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ വ്യക്തമായിട്ട് അവരുടെ ഡ്രോ ഡൗണും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന ഒന്നാണ്. ഫ്യൂച്ചേഴ്സ് ഫെയിംസിൻ്റെ മിക്ക ഫെയിംസിൻ്റെയും ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.